കണ്ണൂർ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ മത്സരിച്ചാൽ പിന്തുണയ്ക്കാൻ UDF. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ CPM സ്ഥാനാർത്ഥി പട്ടിക വന്ന ശേഷം തീരുമാനമെടുക്കാമെന്നാണ് കുഞ്ഞികൃഷ്ണന്റെ നിലപാട്. TI മധുസൂദനൻ മത്സരിച്ചാൽ കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കും. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുകയാണ്. ഫെലിക്സ്, പയ്യന്നൂരിൽ ഇത്തവണയും TI മധുസൂദനൻ തന്നെ ആകാനുള്ള സാധ്യത എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെയാണ് പുറത്തു വരികയും ചെയ്യുന്നത്. റെക്കോർഡ് ഭൂരിപക്ഷത്തിലായിരുന്നു മധുസൂദനന്റെ കഴിഞ്ഞ വർഷത്തെ വിജയവും. ഇത്തവണ കുഞ്ഞികൃഷ്ണൻ ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ, അതോ സ്വാഭാവികമായിട്ടും CPM സ്ഥാനാർത്ഥിയായിട്ട് മധുസൂദനൻ ആയിരിക്കില്ല? എന്തായിരിക്കും സംഭവിക്കുക? പയ്യന്നൂർ എന്നത് CPM-ന് ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ തവണ 49,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ TI മധുസൂദനൻ വിജയിച്ചതാണ്. ഇത്തവണ TI മധുസൂദനൻ തന്നെയാണ് സ്ഥാനാർത്ഥി. ജില്ലാ സെക്രട്ടേറിയറ്റ് ആ പേര് അംഗീകരിക്കുകയും അത് സംസ്ഥാന സെക്രട്ടേറിയറ്റും സമാനമായ രീതിയിൽ ആ പേരിന് അംഗീകാരം നൽകുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് TI മധുസൂദനൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ തർക്കമില്ല. TI മധുസൂദനൻ മത്സരിച്ചാൽ പയ്യന്നൂരിൽ വിമത സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒന്നുകിൽ കുഞ്ഞികൃഷ്ണൻ അല്ലെങ്കിൽ C. വൈശാഖ് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. പിന്നീട് CPM-മായി ഇടഞ്ഞ് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അങ്ങനെ അവിടെ ഈ പയ്യന്നൂർ നഗരസഭയിലെ കൗൺസിലറായി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് വി കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാം എന്നതാണ്. കുഞ്ഞികൃഷ്ണൻ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത് TI മധുസൂദനാണ് സ്ഥാനാർത്ഥി എന്ന് പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കട്ടെ എന്നതാണ്. 8-ാം തീയതിയാണ് അത് സംബന്ധിച്ച പ്രഖ്യാപനം CPM സംസ്ഥാന സെക്രട്ടറി നടത്തുക. അങ്ങനെ നടത്തിയാൽ അതിനുശേഷം തന്റെ നിലപാട് വ്യക്തമാക്കുമെന്ന് കുഞ്ഞികൃഷ്ണൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം TI മധുസൂദനൻ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതിലിനിയൊരു മാറ്റം ഉണ്ടാകാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയുമില്ല. അങ്ങനെ TI മധുസൂദനൻ മത്സരിക്കുമ്പോൾ കുഞ്ഞികൃഷ്ണൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വരാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയെങ്കിൽ UDF പിന്തുണയ്ക്കും. ആ ആലോചനയാണ് ഇപ്പോൾ കോൺഗ്രസ് നടക്കുന്നത്. വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിവിട്ട ആരോപണങ്ങൾ അത് ശക്തമായി ഇപ്പോഴും ആ മേഖലയിലുണ്ട്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലടക്കം വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിക്കുന്ന ആളുകൾ പകുതിയോളമുണ്ട്. അവർ കഴിഞ്ഞ ദിവസം കണക്ക് അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ രീതിയിൽ ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ മത്സരിച്ചാൽ UDF അതിനെ പിന്തുണച്ചാൽ വലിയ നേട്ടം, വലിയ ഗുണം പയ്യന്നൂരിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് കോൺഗ്രസിന്റെ നിലവിലെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുകയാണെങ്കിൽ പിന്തുണ നൽകാം എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത്. അഥവാ വൈശാഖാണ് മത്സരിക്കുന്നതെങ്കിൽ UDF അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസ് ആണ് അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് C. വൈശാഖ് മത്സരിച്ചാൽ മാത്രമാണ്. അതല്ലാതെ വി കുഞ്ഞികൃഷ്ണൻ തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായും അവിടെ കോൺഗ്രസിന്റെ പിന്തുണ, UDF-ന്റെ പിന്തുണ ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കുഞ്ഞികൃഷ്ണൻ ഇക്കാര്യത്തിൽ പരസ്യമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ TI മധുസൂദനൻ മത്സരിക്കുകയാണെങ്കിൽ കുഞ്ഞികൃഷ്ണൻ തന്നെ അവിടെ സ്വതന്ത്ര